ഹായ്, നാട്ടിലിപ്പോൾ മഴക്കാലമാണ്, അതോടൊപ്പം മാമ്പഴക്കാലവും കൂടിയാണ്. ധാരാളം മാമ്പഴം നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. നാട്ടിൽ മാത്രമല്ല എല്ലാ വീടുകളിലും മാമ്പഴം ഇപ്പോൾ ധാരാളം കിട്ടുന്ന സമയമാണ്. മാങ്ങയൊക്കെ എല്ലാവർക്കും അറിയാം, മാമ്പഴം ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ടെൻഷനിലായിരിക്കും. നമുക്കതുകൊണ്ടൊന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെഡിയാക്കാം. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. അതിനാദ്യം നമുക്കതിൻ്റെ കുറച്ച് ജ്യൂസാണ് ആവശ്യം. അപ്പോൾ മാമ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് നമുക്ക് നന്നായിട്ട് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് എനിക്കിത് ഇത്രയധികം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുറേയധികം മാങ്ങ കിട്ടിയതുകൊണ്ട് എനിക്ക് വീട്ടിൽ മാങ്ങയില്ല, പക്ഷേ അടുത്ത വീട്ടിൽ ചേച്ചി തന്നിട്ടുള്ളതാണ്. അപ്പോൾ കുറേ മാമ്പഴം എനിക്ക് കിട്ടി. അപ്പോൾ അത് കൊണ്ടിട്ട് ഞാനിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസായിട്ട് എനിക്ക് ഇത്രയും ജ്യൂസ് കിട്ടി. ഇത് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് അതിൻ്റെ കട്ടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മാമ്പഴത്തിനാകുമ്പോഴത്തേക്ക് കുറച്ച് പുളിപ്പും കൂടെ ഉണ്ടാവുമല്ലേ. പുളി നമുക്ക് ആവശ്യമാണ്. പുളിയും മധുരവും ചേർന്നൊരു ഐസ്ക്രീമാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാനത് നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വേറെ ഡ്രൈ ഒന്നും തിരക്കി നടക്കേണ്ട. വീട്ടിനകത്ത് തന്നെയുള്ള ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്ന ഐസ് ക്യൂബിൻ്റെ ട്രേ എടുത്ത് അതിനകത്തേക്ക് ഞാനത് നിറച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഐസ്ക്രീമുകളാക്കി മാറ്റുകയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം നമുക്കൊരു സ്റ്റിക്കി ആയിട്ടുള്ളതിനാണ് ഉണ്ടാക്കുന്നത്. സ്റ്റിക്ക് ഐസ്ക്രീമാണ്. അങ്ങനെ ഞാൻ ഫ്രീസറിലേക്ക് സൂക്ഷിക്കുന്നു. ഒരു അരമണിക്കൂർ സമയം കഴിയുമ്പോഴത്തേക്കും നമുക്കത് റെഡിയായി കിട്ടുന്നു. അപ്പോൾ ഞാനിതിലൊരു സ്റ്റിക്ക് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീട്ടിൽ ഒരു ജാമ്പ മരമുണ്ട്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു തണ്ടുകൾ കഴുകി എടുത്ത് ഞാൻ ഇതിനകത്തേക്കൊരു സ്റ്റിക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.